കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ മുഴുവനും അവരുടെ ജീവിത നിയോഗങ്ങളും അവരുടെ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ദൈവാത്മാവിൽ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങാണ് ഞങ്ങളുടെ ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ഉപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഉപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഉപ്പ് ഉറകെട്ട് പോയാൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ അതൊന്നിനും ഉപകരിക്കുകയില്ല. ഈ വചനഭാഗം വായിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു പരിസരമാണ് കർത്താവിൻ്റെ ഈ വചനത്തിന് ഉള്ളത്. ജെറുസലേം ദേവാലയത്തെ ബലിക്ക് ഉപയോഗിക്കുന്ന ചാവക്കടലിലെ ഉപ്പാണ്. അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉറ കെട്ട് പോണത്. നമ്മുടെ നാട്ടിലുള്ള ഉപ്പ് കടലിൽ നിന്ന് വാറ്റിയെടുക്കണ ഉപ്പ്, അതിന് അങ്ങനെ പെട്ടെന്ന് ഉറ കെട്ട് പോകത്തില്ല. ചാവക്കടലിലെ ഉപ്പ് പാറയാണ്. ഇത് കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പത്വം സോൾട്ട്നെസ് അങ്ങോട്ട് പോകും, കുറഞ്ഞു വരും. ആണ് ഉറ കെട്ടിപ്പോകണമെന്ന് പറയണത്. അതല്ല രസം. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാവക്കടലിലെ ഉപ്പ് പാറ അത് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ദേവാലയത്തിൽ സൂക്ഷിക്കും. ജെറുസലേം ദേവാലയത്തിൻ്റെ നമ്മുടെ ദേവാലയത്തിനെ കൊണ്ടാകുന്ന 2 മണിമാളിക പോലെ, അവർക്ക് മണിമാളിക ഇല്ലെങ്കിലും 2 മുറികളുണ്ട് ആ സ്ഥാനത്ത്, അവിടെ സൂക്ഷിക്കും. പക്ഷേ ചില സമയത്ത് ഈ ഉറകെട്ട ഉപ്പുണ്ടാകും. അതിൻ്റെ അകത്ത് ഇരുന്ന് ഉറകെട്ട് പോണ ഉപ്പിൻ്റെ തത്വം പോകും, ഉപ്പിനെസ് പോകും, ആ ഉപ്പിൻ്റെ സോൾട്ട്നെസ് പോകും, ഉപ്പത്വം. അപ്പോൾ പിന്നെ ഉപയോഗമില്ലാണ്ട് വരും. അതിനെ പുറത്തേക്ക് വലിച്ചെറിയും. വെറുതെ വലിച്ചെറിയത്തില്ല. അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോഴും ചെന്നാൽ നമുക്ക് മനസ്സിലാകണത്, അവിടെ 4 അടി നീളം 3 അടി വീതിയൊക്കെ ഉള്ള വലിയ വലിയ കല്ലുകൾ പാകിയിരിക്കുക. പണ്ട് പാകിയതാ, സൊളമൻ്റെ കാലം മുതലുള്ള ദേവാലയമാണ്. അപ്പം ഇത് വർഷകാലമാകുമ്പോൾ മഴ പെയ്ത്തിൽ ഉപ്പ് ഇതിൻ്റെ പൂപ്പലടിച്ച് പോകും. അപ്പോൾ ആൾക്കാർ തെന്നി വീഴും. അപ്പോൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഉറകെട്ട ഉപ്പെടുത്ത് ദേവാലയത്തിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടുക. അവർ നമ്മൾ കുമ്മായമൊക്കെ ഇടത്തില്ലേ, അതുപോലെ നമ്മളെവിടെയെങ്കിലും സിമൻറ്റ് തിണ്ണ തീട്ടുകയാണെങ്കിൽ നമ്മൾ കുമ്മായം വിതരണ പോലെ ഇവർ ചെയ്യണത് ഈ ഉറകെട്ട ഉപ്പെടുത്ത് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് കളയും, പൊടിച്ചിടും. അപ്പോൾ മനുഷ്യർ അതിൻ്റെ പുറത്ത് കൂടി നടത്തുമ്പോൾ തെന്നിപ്പോകത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉപ്പിന് ചവിട്ടുള്ളൂ. കർത്താവ് ഈ കാഴ്ച കണ്ടിട്ടാണ് പറഞ്ഞത്, ഉപ്പിന് ഉറകെട്ട് പോയാൽ വലിച്ച് പുറത്തിടും, ആൾക്കാർ കയറി ചവിട്ടുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമുക്ക് ഉപ്പായിട്ടുള്ളത് സ്നേഹമാണ്, അവരിന് വിശ്വാസം, പ്രത്യാശ, ദൈവിക പുണ്യങ്ങളെല്ലാം ഉപ്പിൻ്റെ ഫലം ചെയ്യണതാണ്. ഞാനിവിടെ പറയാൻ കാരണം, ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്നൊരു വചനമാണ്. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കും. ലൂക്കായുടെ സുവിശേഷം 10:26. എന്നിട്ട് അപ്പോൾ അവൻ വായിക്കണത് നിയമം ഞാൻ പറയും, എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയും. അപ്പം ഈശോ പറയും, ദറ്റ്സ് ഓക്കെ, നീ പറഞ്ഞ കറക്റ്റാണെന്ന് പറയും. അപ്പോഴൊരു സംശയം പറയും, എന്നാ ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയും, എന്നാ
ഉപ്പത്തം നഷ്ടപ്പെട്ടു പോയ ഒരാളെക്കുറിച്ച് പറയും. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിലെ ഉറകട്ട ഉപ്പ് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വലിച്ച് പുറത്തെറിയണ പോലെ ഒരു മനുഷ്യൻ പുറത്തെറിയപ്പെടുകയാണ്. ജെറുസലേമിൽ ജെറീക്കോയിലേക്ക് പോവുകയാണ്. ആൾക്കാർ അവനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. കള്ളന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയും. അപ്പോൾ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചില്ലേ? അങ്ങനെ എഴുതിയ പടി വായിക്കണ ഒരാൾ അതിലൂടെ വരും. ഒരു ലേവായൻ, ഒരു പുരോഹിതനൊക്കെ വരും. അവർ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതുപോലെ വായിക്കുന്ന ആളാണ്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് നീ അതെങ്ങനെ വായിക്കണം എന്നാണ് ചോദിക്കുന്നത്. സാങ്കേതികമായിട്ട് ഉള്ള വിഷയത്തിലാണ് അവൻ ദേവാലയത്തിൻ്റെ അകത്ത് ബലിയർപ്പിക്കാൻ പോകുന്നയാൾ അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഇയാളെ തൊടാതിരിക്കുന്നതാണ് നിയമത്തിൽ വായിച്ച് അയാളെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഒരു സമരക്കാരൻ വരുമ്പോൾ അവൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവൻ വായിച്ച രീതി അതാണ്. അവന് ഈ ചവിട്ടിക്കൂട്ടിയ മനുഷ്യനെ കണ്ടുമുട്ടി അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവനെ കൊണ്ടുപോയി സർത്തത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. അപ്പോൾ ഈ ഉപ്പ് ഉറ കൂട്ടുകയാണ്. വഴിയരികി ചവിട്ടപ്പെട്ട ഉപ്പാണ് അവൻ, ഉറകെട്ടുപോയവനാണ്. അവനെ സ്നേഹിച്ചും പരിചരിച്ചും ഈ മനുഷ്യൻ ഉറ കൂട്ടുകയാണ്. വചനം എപ്പോഴും ഉറ കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഉറകെട്ടാൻ വേണ്ടി വചനം ഉപയോഗിക്കാത്തിടത്തോളം കാലം നമുക്ക് വചനത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ പാടായിരിക്കും. നമ്മൾ ക്രിസ്തുവിനെ പോലും വിശ്വസിക്കേണ്ടത് എന്തിനാ? യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാണ്? അങ്ങനെ വിശ്വസിക്കുക മൂലം അവൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. പക്ഷെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്? ഈ സമരക്കാരൻ ചെയ്തതുപോലെ ഉപ്പത്തം നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് സ്നേഹപരിചരണം നൽകിക്കൊണ്ട് ഉറ കൂട്ടിയെടുക്കുമ്പോഴാണ്, മറ്റുള്ളവരുടെ ഉറ കൂട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ്, ഇപ്പം യോഹന്നാൻ 20:31 യേശുക്രിസ്തുവിനെ അറിയണത്, വിശ്വസിക്കണത് എന്തിനാണ്? അവൻ്റെ നാമത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നിത്യജീവൻ എന്ന് പറയണത് സുവിശേഷ സ്നേഹത്തോടെയുള്ള സുവിശേഷ സമർപ്പണ ജീവിതവുമായിട്ട് മറ്റുള്ളവരിൽ ഉറക്കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോഴ് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ഉപ്പത്തവും സ്നേഹസമർപ്പണവും മറ്റുള്ളവർക്ക് ഉറക്കൂട്ടാൻ വേണ്ടിയുള്ള കഴിവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സമരക്കാരനെ പോലെ കർത്താവെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് സംലഭ്യവും സമർപ്പണവും ചെയ്യാൻ, അതുവഴി നിത്യജീവന് കൂടുതൽ കൃപയാർജിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഉറകൊട്ടുപോയ ഉപ്പിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ആവാഹിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പുണ്യപ്രവർത്തികൾ വഴി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴി കർത്താവെ ഉറകൊടുക്കുവാൻ ദൈവസ്നേഹത്തിന് അഭിഷേകമായി അഭിഷിക്ത വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറകട്ട ഉപ്പിലേക്ക് അഭിഷേക ശക്തി നിറയുന്ന പോലെ ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തി
കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നെ ഉയർത്തി കത്തിപ്പടരണമേ. ആത്മാവിന്റെ അഭിഷേകം ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. എല്ലാവരും ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവായ ദൈവമേ, ജീവിത സങ്കടങ്ങളിൽ കഴിയുന്നവരും വിഷമതയിൽ കഴിയുന്നവരും മനോദുഃഖങ്ങളിൽ സംഘർഷാവസ്ഥയിലായിരിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതത്തിൽ ഉറകെട്ടു പോയ ജീവിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലെ യോഗങ്ങളിലേക്ക് കർത്താവേ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ശക്തിയായി എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, അഭിഷേകമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദുർബന്ധങ്ങളിലും ജീവിതാവസ്ഥകളിലും ദുരിതങ്ങളിലുമെല്ലാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് തന്നെ ലഭിച്ചിരിക്കുന്ന ദൈവ അനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും നന്ദിയുള്ളവരായിരിക്കുകയും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾക്കായി ഉറകിടാത്ത ഉപ്പ് പോലെ ദൈവസ്നേഹത്തെ നിലനിൽക്കുകയും ചെയ്യാൻ സാധിക്കണം. നമുക്ക് സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് അലീന തെരേസ് ജോസ്. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടി മാണിക്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കൊല്ലം ഒരു ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പന് പെട്ടെന്ന് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലിവർ ഫെയിലിയറായി തുടങ്ങിയായിരുന്നു. രാജഗിരിയിലായിരുന്നു ആദ്യം കാണിച്ച്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഡോക്ടറിന് തന്നെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയായി. എല്ലാ ദിവസവും കഴിയുന്തോറും അവസ്ഥ മോശമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പനെ തേനും എണ്ണയും കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങളും പ്രാർത്ഥിച്ചു. ആൻറ്റി പ്രാർത്ഥന അനുസരിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ മാറുന്ന ഒരു കേസ് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ സെൻറ്ററിലേക്ക് മാറി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് ഒരു കോൺഫിഡൻസ് ആയി. ഡോക്ടർ പറഞ്ഞു ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ പോയി. ജനുവരിയിൽ ചേച്ചിയുടെ കല്യാണം മനസ്സമ്മതമായിരുന്നു. അപ്പോൾ ഡോക്ടർ അതുവരെ കുഴപ്പമില്ലാണ്ട് പോയി. അപ്പോൾ വീട്ടിലെ പരിപാടി നടക്കുന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ അതിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് എഴുതിയിരുന്നു. ഞങ്ങളോട് ഡോക്ടറൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത്രയും നാൾ ഡോക്ടർ പിടിച്ചു നിർത്തിയതാണ്, ഡോക്ടറിന് ഉറപ്പുണ്ടായില്ല ഇങ്ങനെ നിൽക്കുമെന്ന് തന്നെ ഉറപ്പുണ്ടായില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ പോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വേണം, എന്തായാലും നടത്തിയേ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള ആലോചനകളൊക്കെ തുടങ്ങി. പക്ഷേ പ്രാർത്ഥനയും ഇവിടുത്തെ പ്രാർത്ഥനയും അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം ഡിസംബർ 27-ന് അപ്പനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി.
ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞ് പിന്നത്തെ പ്രാവശ്യം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പിന്നത്തുള്ള മാസം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കമൻറ്റും പറയാനുള്ള, ഡോക്ടർ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുകൊണ്ട് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡോക്ടർ ചെന്നപ്പോൾ ഇനി അങ്ങനെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു വാക്ക് തന്നെ ഡോക്ടർ പറഞ്ഞില്ല. പിന്നീട് അപ്പൻ്റെ അസുഖങ്ങൾ മാറി ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. ഡോക്ടർ തന്നെ പറഞ്ഞു ധൈര്യമായിട്ട് സാക്ഷ്യപ്പെടുത്താം. ഡോക്ടറിന് തന്നെ ഒരു അത്ഭുതമായിരുന്നു അത്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും ദൈവത്തിനും ഞങ്ങൾ 1000 നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ കേട്ട സാക്ഷ്യം നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. നീ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അറിവടയാളങ്ങളാണ്. ഈ അറിവടയാളങ്ങൾ ഏത് നിമിഷവും നീ ഞങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ, ദിവ്യകാരുണ്യമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, അങ്ങേ ഒരുക്കം ഹൃദയം നൽകണമേ. കർത്താവേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോ, അനേകം മക്കളിപ്പോഴീ ആരാധനയിലെ സജീവ വിശ്വാസത്തോടെ പങ്കെടുക്കുകയാണ്. ഈശോ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം മക്കളിലേക്ക് ഇപ്പോഴും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ വിശ്വസിച്ച് പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ കർത്താവേ, പൈശാചിക ശക്തികളെ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ തിന്മകളുടെ ശക്തികൾ വിട്ടുപോയി നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകുന്നതിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വ്യക്തികളും കുടുംബങ്ങളും വിശുദ്ധീകരിക്കുന്ന നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങ് കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ സ്വർഗീയ പിതാവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കൈ നീട്ടണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു? കർത്താവെ, ഗർഭചിത്രം നടക്കുന്ന കുടുംബങ്ങൾ, അറിയാതെ പ്രത്യേകമായ ശാരീരികമായ അവശത കൊണ്ട് മക്കൾ ജനിക്കാതെ ഗർഭം ഛിദ്രമായി പോയിക്കൊണ്ടിരിക്കുന്ന ശാരീരിക അവസ്ഥകൾ, അതുകൊണ്ട് ഹൃദയം നൊന്ത് ജീവിക്കുന്നവർ, പലതരത്തിലുള്ള ജീവിത അവസ്ഥകൾ നേടുന്നതിൻ്റെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടും കുടുംബത്തിൽ ഇവർ ജീവിതമില്ലാതെ വിഷമിക്കുന്നവർ, അപ്പാ സ്വർഗീയ പിതാവേ, അങ്ങപ്പത്തനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലേക്കെല്ലാം അങ്ങനെ കൈ നീട്ടണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്പർശിക്കണം, യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, യേശുവേ സ്പർശിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കേണ്ട സമയമാണ്. ആശീർവാദം സ്വീകരിക്കേണ്ട നിമിഷങ്ങളിലെ നിങ്ങളുടെ എല്ലാവിധ അവസ്ഥകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്
സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ അനുഭവം പ്രാപിക്കുന്ന ആശീർവാദ നിമിഷങ്ങൾക്കായി തലകുനിക്കാം. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ഉപ്പിന് ഉറകെട്ട് പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. കർത്താവേ, ഇതുപോലെ വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങളുണ്ട്, ഉറപ്പെട്ടുപോയ ജീവിതങ്ങളുണ്ട്. മാരകരോഗത്തിലും തീരാവ്യാധിയിലും കടക്കെണിയിലും ദുഃഖദുരിതങ്ങളിലും ജീവിതത്തിൽ സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. അങ്ങനെ ഉറവിട്ടുപോയ ജീവിതങ്ങളിലേക്ക് കർത്താവെ അവിടുത്തെ ശക്തി അഴക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ജെറീക്കോയിലേക്ക് പോയി വഴികെട്ടിൽ പോയാൻ ഉറകെട്ട് പോയവന് സംരക്ഷിച്ച ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൈറോയ്ഡ് രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, വാതരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിഡ്നി സംബന്ധമായ രോഗത്തിൽ ഡയാലിസിസ് ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കീമോ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.